ഡിഫറൻസ് പറഞ്ഞുതരാം. മൈക്രോ എന്റർപ്രൈസ്. What do you mean by micro enterprise? ആർക്കൊക്കെ ബിസിനസ് ചെയ്യാൻ താല്പര്യം ഫ്യൂച്ചറിൽ കൈവക്കുക? ഒരാൾക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങളിത് എന്തിനാണ് ഈ ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ MSME കുറിച്ചിട്ട് ഞാനിപ്പം പറയുന്നതും എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും MSMEയുടെ ബെനിഫിറ്റ് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. MSME ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകളാണ്. ഈ സെക്ടറിൽ മാത്രമേ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുള്ളൂ. MSMEയിൽ വരുന്ന സെക്ടേഴ്സ് മാത്രമുള്ളത് കഴിഞ്ഞിട്ട് ലാർജ് സെക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, ലാർജ് സെക്ടേഴ്സിനൊന്നും ഗവൺമെന്റ് കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഈ MSMEയിലാണ് കൂടുതലും ഗവൺമെന്റ് ഫോക്കസ് ചെയ്യുന്നത്. മൈക്രോ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കോടി വരെ പ്ലാന്റ്, അതുപോലെ തന്നെ മെഷീനറി, അതുപോലെ തന്നെ എക്യുപ്മെന്റിൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതും 5 കോടി വരെ ആനുവൽ ടേൺ ഓവർ ഉള്ളതുമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വരുന്നത് മൈക്രോ എന്റർപ്രൈസിലാണ്. നമ്മുടെ ശതമാനം വളർത്താവുന്നത് മൈക്രോ, എബോ മൈക്രോ, ആനുവൽ ടേൺ ഓവർ 5 year more it crossed. Whether it is crossed or not, hours, kg, more than 5 years. Okay. So നമ്മുടെ ഹോസ്പിറ്റൽ അപ്പം നെക്സ്റ്റ് ഇസ് മീഡിയം. മീഡിയം എന്ന് വെച്ചാൽ ഈ 1 കോടിയുടെ മേലെ, 1 കോടി മുതൽ 10 കോടി വരെ പ്ലാന്റ്, മെഷീനറി ആൻഡ് എക്യുപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള സ്ഥാപനങ്ങളെയാണ് മീഡിയം എന്റർപ്രൈസ് എന്ന് പറയുക. 5 കോടിയുടെ മേലെ മുതൽ 10 കോടി വരെയുള്ളതിന് എന്റർപ്രൈസുകളെ മീഡിയം എന്റർപ്രൈസ് ആക്കിയിട്ട് മാറ്റും. അതിനാണ് മീഡിയം എന്റർപ്രൈസ് കണക്കാക്കുക. 10 കോടി വരെ. നെക്സ്റ്റ് തേർഡ് സ്മോൾ. ഞങ്ങൾ